പ്രശ്നമല്ലേ എന്റെ കയ്യിൽ? മദ്യം വിഷമാണല്ലോ അല്ലെങ്കിൽ പിന്നെ എന്റെ സസ്പെൻഷനും എന്റെ പ്രാരാബ്ദം എന്റെ ബുദ്ധിമുട്ടും വിഷമങ്ങൾ മനസ്സിലാക്കിയിട്ട് ഞാൻ ആത്മഹത്യ വേണ്ടി വിഷം ഒഴിച്ചു വെച്ചാണ് മദ്യത്തിൽ. അയ്യോ കൊടും വിഷമാണ് 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 അത് അയ്യോ എനിക്കൊന്നുമില്ല. ഗോപി സാറിന്റെ അമ്പളിക്കൂട്ടം കൊന്നു. ഞാൻ തിരക്കഥാകൃത്താവുന്നതിനുള്ള അസൂയ. ഞാൻ പട്ടുസാരി കൊടുത്ത് ഷൈൻ ചെയ്ത് നടക്കുന്നത് ഇങ്ങനെ ഇഷ്ടമല്ല. ഇങ്ങനെ ജയിലിൽ പോയി എനിക്കത് പറ്റത്തില്ലല്ലോ. സസ്പെൻഷൻ അതിന്റെ വിഷമം എന്റെ പ്രാരാബ്ദം എന്റെ ലോണ് എന്റെ ബാധ്യത അതിലൊക്കെ പണം തന്ന് ഞാൻ പരിക്കാൻ വേണ്ടി പദ്യത്തിൽ വിഷം ചേർത്ത് വെച്ചതാ. അത് ഇഷ്ടം എഴുതു കുടിച്ച് എന്റെ മരണത്തിൽ എന്റെ ഭാര്യയ്ക്കോ മക്കൾക്കോ പെങ്ങൾക്കോ യാതൊരു വില ബന്ധവും ഇല്ല. നസീഫ എന്നെ കടത്തി മുക്കിയ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരനായ സുശീലൻ തണ്ടിക്കും ഇടയ്ക്ക് കയറി വന്ന പ്രഷർ കൂട്ടിയ തൊട്ടിൽപ്പാലം ഗോപിക്കും SI മണിവർണ്ണന് ഉത്തരവാദികളാണെന്ന് അറിയിക്കുന്നു എന്ന് സ്നേഹത്തോട് അമ്പലിക്കൂട്ടൻ. ഒപ്പ് 2 കുത്ത്. ആ മനുഷ്യ വീടാ തെറ്റി വിളിക്കേ ആ ചെലവിലേക്ക് കൊണ്ടൊക്കെയാ. ഇവിടെ ആരുമില്ല സംശയ. എന്നാ പിന്നെ തിരിച്ചു പോയാലോ സേജി? നമുക്ക് ആളുള്ളപ്പം തിരിച്ചു വന്നാലോ? എന്തിന്? ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. ഇങ്ങനെ കാത്തിരിപ്പങ്ങ് അവസാനിപ്പിക്കാം അല്ലേ സേജി? ഈ വീട്ടിലെ എല്ലാ കിണകളും ഹോസ്പിറ്റലിലാണ്. ഇതാണ് ബെസ്റ്റ് ടൈം. 2:10. എന്ത് 2:10? ബെസ്റ്റ് ടൈം. എടാ ഞാൻ ഉദ്ദേശിച്ചത് പ്രതിമ ഈ വീട്ടിലുണ്ടെങ്കിൽ അതെടുക്കാനുള്ള ബെസ്റ്റ് ടൈം ഇതാണെന്നാണ്. ആ കാര്യം ഞാൻ അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു സേജി. അത്രയ്ക്ക് ചിന്തിക്കാനുള്ള ബുദ്ധി നിനക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സത്യം അമ്മച്ചിയാണ് സത്യം. എനിക്കുണ്ട്. മദ്രാസ് പറഞ്ഞു കൊറ. ഞാൻ ഇത് പറയാൻ വേണ്ടി മദ്രാസ് വരെ പോണ്ടല്ല. എനിക്ക് മുന്നേ അവൻ ചിന്തിക്കൂല. അതെ, സേജിയാണ് അതിബുദ്ധിമാൻ. അത് കഴിഞ്ഞു ഈ ഞാൻ. നീ മണ്ടനാണെന്ന് ഇന്നലെ കൂടി തെളിയിച്ചതല്ലേ ഉള്ളൂ മോനെ. അതെങ്ങനെ സേജി? കാറിന്റെ ഗ്ലാസ് മാറാൻ പറഞ്ഞപ്പോ ചായ ഗ്ലാസ് മാറിക്കൊണ്ടുവന്നവനാണ് ഇവൻ. അങ്ങ് പോയി തുമ്മ, അങ്ങ് പോയി പോ 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 പോ. അതെ സേജി, അതിപ്പോ അവൻ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോ സേജി അവനോട് ഗ്ലാസ് മാറാൻ പറഞ്ഞത്. ആ സാഹചര്യത്തിൽ ഞാനായാലും അങ്ങനെ ചെയ്യുള്ളൂ ജി. അവനൊരു പാവം ബെവ്കൂഫാണ് സേജി. കാരണം അതുകൊണ്ട് എടുക്കട്ടോ ഐസ്. എന്ത് ഐസ്? ഇവിടെ മണ്ട ഒരു ഇംഗ്ലീഷ് പറയാൻ കൂടി സമ്മതിക്കില്ലേ? ദാറ്റ് ഈസ് മൈ മിസ്റ്റേക്ക്. സോറി. നോ നോ, ഒരിക്കലും സേജി ഞങ്ങളടുത്ത് സോറി പറയാൻ പാടില്ല. അഥവാ സേജിയുടെ ഭാഗത്താണ് തെറ്റാണെങ്കിൽ പോലും ഞങ്ങൾ പറയും സോറി. കാരണം തിന്നണ ചോറിന് ഞങ്ങൾക്ക് കൂറുണ്ട് സേജി. അതാദ്യം മനസ്സിലാക്കണം. എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ എനിക്ക് സോറി പറയാതെ ഉറക്കം വരില്ലടാ. അങ്ങനെ അത്രയ്ക്ക് ഇതാണെങ്കിൽ സേജി സോറി പറഞ്ഞു എന്റെ അടുത്ത്. സേജി, ഞാൻ പുറകുവശത്ത് വാതിൽ ഞാൻ തുറന്നിട്ടോട്ടുണ്ട്. വെരി ഗുഡ്, വെൽ ഡൺ മൈ ബോയ്. ചലോ ചലോ.
സെർച്ച് വേണ ആ ഇവിടെ ഉണ്ട് ആയിരയാണല്ലേ ഒരാഴ്ച വേളി നമ്മളിവിടെ വിരുന്നിന് വന്നതല്ല. പ്രതിമ എടുത്തിട്ട് എത്രയും പെട്ടെന്ന് പോകണമെന്നറിയില്ലേ? എന്നാ സേട്ട് ഒരു കാര്യം ചെയ്യും, ഈ അകത്തൊക്കെ കയറി ഒന്ന് തപ്പ്. അങ്ങനത്തേക്ക് ഞങ്ങൾ ഈ വീട്ടുകാർക്ക് മുട്ടൊന്നൊരു പണി കൊടുക്കാം. അതിനെ തോറ്റാ അവര് വരുമ്പോഴേ ഒറ്റ ചാവട്ട് അസത്യക്കള അത് മനസ്സിലായല്ലേ? കാര്യം നമ്മളായിട്ട് മൊത്തം കലയാ. എടാ, പണി കൊടുക്കാനാണേൽ ഈ ഭക്ഷണം എടുത്ത് പുറത്ത് കളഞ്ഞാ പോരെ മോണ്ടൻ. അത് ശരിയാ, പക്ഷേ നല്ല ടേസ്റ്റ്. കഴിച്ചു പ്രതിമ കിട്ടിയില്ലെങ്കിൽ 3 ദിവസം ശമ്പളം കട്ട്. അതെയോ സേട്ടു? എല്ലാരും ശമ്പളം കട്ടല്ലേ? അവിടെ എന്ത് തിങ്ങടാ? ടേസ്റ്റ് കൂടി വെളിച്ചെണ്ണയിൽ പുറത്താവോ? അത് ശുദ്ധമായ വെളിച്ചെണ്ണ. Hey Bhagwan, you are great, man. എത്രയായി? 300. അറിയാം 300. എന്തായാലും ഉണ്ടെങ്കിൽ വിളിക്കാം കേട്ടാ. ശീല ഇപ്പൊ കൊടുത്ത 300 കൂടെ ചേർത്ത് 3800 എന്റെ കയ്യിൽ നിന്ന് ചെലവായിട്ടുണ്ട് ആശുപത്രിയിലും കൂടെ കേട്ടാ. വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയിരുന്ന് കണക്ക് പറഞ്ഞ സുശീല ചോദിച്ചാൽ ചത്തങ്ങാനും പോയിരുന്നെങ്കിൽ ജയിലും കോടതിയൊക്കെ ആയിട്ട് എത്ര രൂപ ആവുമെന്ന് അറിയാവോ? അവിടെ കിടന്ന് ഗോതം കൊണ്ടേ തിന്നായിരുന്നു. 3800 കൂടുന്നാന്നും പറഞ്ഞോണ്ട് കടന്നു. എന്നെ ഒന്ന് പിടിച്ച് അകത്തോട്ട് കിടത്ത്. അളിയാ ഒന്ന് താങ്ങിക്കറിയാ. എനിക്കിട്ട് ഇത്രയും താങ്ങിയത് പോരായിരിക്കും. നീ വേണമെങ്കിൽ താങ്ങിയ തൂങ്ങിയൊക്കെ ചെയ്യണേ. ഇത്രയും മൂക്കുമുട്ട തിന്നാൻ തന്നിട്ട് ആ വിഷം കിടത്ത് കുടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നാ? അവൻ മനഃപൂർവ്വം എനിക്ക് വിഷം കലക്കി തന്നതാണെന്ന് എനിക്ക് സംശയം. നീയും സൂക്ഷിച്ചോ, എനിക്ക് അവന് നല്ല സംശയമുണ്ട്. അയ്യോ, സാറേ സന്തോഷമായി. എന്തിന് വിഷം കൂടി ചെയ്യാനാ? അല്ല, സാറ് ജീവനോട് തിരിച്ചു വന്നല്ലോ. ഇനി നേരെ സിനിമയിലോട്ട് കയറുകയായിരിക്കും അല്ലേ? ആദ്യം ഈ പടിയൊന്ന് കയറട്ടെ, എന്നിട്ട് സിനിമ കയറാം. എന്നാലും ഗോപി സാറ് ഭാഗ്യം ചെയ്തവനാ. ഞാൻ എന്തുമാത്രം നേർച്ച നേർന്നെന്നറിയാമോ? ഞങ്ങളുടെ തറവാട്ട് അമ്പലത്തിൽ 101 തവണ സാറിന് സ്ഥാനപ്രദർശനം. പിന്നെ കാവടിയില്ലേ, അത് ഇതുവഴി ശൂലം കുത്തി കാവടി, പിന്നെ ഗരുഡം തൂക്കൂ. അവനെക്കാളും ഞാൻ കൊന്നാ പോലെ സാറേ. നേർച്ചയൊക്കെ പിന്നെ, ഇനിയാണ് കഥയിലെ ട്വിസ്റ്റ്. എന്ത് ട്വിസ്റ്റ്? നായകൻ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചില്ലേ, സീൻ സെൻഡി. തിയേറ്ററിൽ പ്രേക്ഷകർക്ക് ഇമോഷൻ വർക്കൗട്ട്, പിന്നെ ക്ലാപ്പോടെ ക്ലാപ്പ്. ഞാൻ എഴുതി പൊലിപ്പിക്കും, എന്നിട്ട് ഇതിനെ പിടിച്ചങ്ങ് കയറും. ആദ്യം നീ എന്നെ ഒന്ന് പിടിച്ചാത്തോട്ട് കയറ്റ്. വാ സാറേ, ഈ കൈ എടുക്കാൻ പറ്റൂലല്ലേ? മുന്നാ ഓ ഞാനൊക്കെ എന്ത്
ഇത്തിരി വെള്ളം കൊണ്ടുപോകണം. ഇങ്ങനെ നടന്ന് കീറല്ലേ. ആരും എന്റെ ബാത്റൂമാണ്. അനുവാദം പോലും ചോദിക്കാണ് കയറിയിരിക്കണം. ആരെങ്കിലും എന്താ വെച്ച് കീറി തരും. ഇത്തിരി പാനി. എനിക്ക് വയ്യ പോളന്നു. തുറുപ്പേ, എടാ തുറുപ്പേ. ഓ ഇയാളൊന്ന് അറിഞ്ഞു, എന്റെ പെണ്ണ് ബ്രേക്കപ്പ് ആയിരിക്കുക. അതൊക്കെ പറയുന്നത് അനുസരിക്കടാ. സംസാ. അയ്യോ. ഹേ ഭഗവാൻ. മടുത്തു മനുഷ്യരെ കൊല്ലിക്കാൻ വേണ്ടിയിട്ട്. ഓ ഏത് കഷ്ടകാലത്തിലാണോ എന്തോ ഈ വേട്ടാവളി എന്റെ കൂടെ കൂടാൻ തോന്നിയത്. മുന്നാ मैं ठीक हूँ. അവന്റെ ടീക്ക് ഹൂ പോലെ പച്ച കള്ളമാണ് വെള്ളം എടുക്കാണ്ട് അവന്റെ ഐഡിയ. ഡേ ഹിന്ദി അങ്ങനെ പറഞ്ഞാണ്ടല്ലേ വെച്ച് കേറ്റി തരും ഞാൻ. ആ മുന്നാ ഇത്ര മനുഷ്യ പോവാ വെറുതെ കിട്ടിയ വിഷം എടുത്ത് കുടിച്ച മഹാനായ മണ്ടൻ. അത് പറയാൻ ശരിയറിയാ. ഇത്രയും ഗ്ലാമർ ഉള്ള ഒരു മണ്ടനെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കിണിച്ചോണ്ട് നിൽക്കണം നിങ്ങൾ കുറ്റപ്പെടുത്തുന്നതിൽ എനിക്ക് വിഷമമില്ല, അതിലർത്ഥമുണ്ട്. ഓ സന്തോഷം. പക്ഷേ ഞാൻ വരുമെന്നറിഞ്ഞ് എനിക്ക് കുടിക്കാൻ വിഷം കലക്കി വെച്ച് അവന് ഞാൻ വെടിയിലെ തട്ടൻ ഞാൻ. ഇത്ര ഉറപ്പുള്ള കാര്യം പറയല്ലേ, പണിയാവും. ബല കുറച്ച് പറ, അതാണ് സേഫ്. ഹോസ്പിറ്റലിൽ പോയ പോലീസുകാർ പിടിക്കുന്നുള്ള പേടി കൊണ്ടാണ്ട ഇവിടുത്തെ പച്ചമരുന്ന് ചികിത്സകളെല്ലാം കൂടെ അങ്ങോട്ട് അണ്ണാക്കി കയറ്റി തന്നത്. ഇപ്പം പച്ച തെറി വിളിക്കേണ്ട സ്ഥിതിയായിപ്പോയി. ഗുഡ് വർക്ക്, കീപ് ഇറ്റ് അപ്പ്. ഓ ഇനി നമുക്ക് ആ അമ്പിളിക്കുട്ടനെ ഫോളോ ചെയ്യണം. ഓരോ നീക്കവും ഷാർപ്പായിരിക്കണം, ക്ലീൻ ആയിരിക്കണം. അമ്മച്ചി അത് ക്ലീൻ ആക്കണേ. എന്റെ തലയിൽ കൊണ്ടിടല്ലേ, എനിക്ക് വയ്യ. ഓഫ് പടക്കം ബഷീർ ചെവി കീറും. മുന്നാ എന്തേ പാനി പാനി. പാനി പാനി യവന പുഴയിലെങ്ങാണ് കൊണ്ട് താത്തണ അങ്ങോട്ട്. എനിക്ക് വയ്യ, മാറങ്ങോട്ട്. ജൽദി ജൽദി. ഓ മണി ഞാനും വരുക. മുന്നാ കഴിഞ്ഞ ഇനി പാനി നഹി തൊണ്ടും ഫെവിക്കോളും വെച്ചിട്ടൊരു പരിപാടിയുണ്ട്. അത് തന്നെ. അങ്ങോട്ട് അങ്ങോട്ട് താങ്ങടാ. അടുത്തത് കഴിഞ്ഞോ? കളിച്ചോ? നമുക്ക് ആപ്പിൾ വേണോ? അങ്ങോട്ടാ എന്തീ കാണിക്കുന്നേ? എന്ത് എന്തീ കാണിക്കുന്നേന്ന്? ആപ്പിൾ തിന്നാൻ പോകും. ആപ്പിൾ തിന്നാ പോന്നോ? തിന്നോ? എന്ത് പണിയത്? എന്തോ സാധനം നിങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഞാൻ ടെസ്റ്റ് ചെയ്യും, എന്നിട്ട് നിങ്ങൾ കഴിച്ചാൽ. എന്റെ പ്രീതിമ നിനക്ക് എന്താണ്? ഞാൻ നേരത്തെ വെള്ളം എടുത്ത് കുടിക്കാൻ പോയപ്പോൾ ഉടനെ അത് ഒന്ന് പിടിച്ച് മേടിച്ചിട്ട് അത് കുടിച്ചിട്ട് ബാക്കി കുടിച്ചോളാൻ പറഞ്ഞു. ഇപ്പൊ അത് ആപ്പിൾ എടുത്തു, ആപ്പിൾ കഴിക്കാൻ പറഞ്ഞു. നീ ഇതിൽ വാച്ചർ പണി നിർത്ത് കേട്ടോ. വാച്ചർ പണി പിന്നെ അല്ലാണ്ട് ഒരാളെ പറയാൻ വാച്ച് ചെയ്താൽ പിന്നെ വാച്ചർ എന്നല്ല എന്താ പറയും? ആഹാ, നിങ്ങൾ ഇതിനകത്തേക്കണ വിഷങ്ങളൊക്കെ കുടിക്കുന്നുണ്ടോന്ന് ഞാൻ അറിയണ്ടായോ? എന്റെ പ്രീതിമ ഞാനാ അങ്ങനെ ചെയ്തത്, അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ചെയ്തതാണ്. ഇപ്പൊ എന്റെ മാനസികാവസ്ഥയൊക്കെ മാറി, ഇനി ഒരു പ്രശ്നമില്ല, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യത്തുമില്ല. നിങ്ങൾ എനിക്ക് അത്ര വിശ്വാസമൊന്നും ഇല്ല. എന്റെ വിശ്വാസം എല്ലാം നഷ്ടപ്പെട്ട് നിങ്ങളൊന്ന് വിഷം കഴിച്ച് ഞങ്ങളുടെ മുന്നിൽ നിന്ന് അങ്ങ് പോയില്ലേ, നിങ്ങളങ്ങ് രക്ഷപ്പെടാൻ പോയില്ലയോ? അങ്ങനെ ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തുന്നില്ല. നോക്കിക്കോ, ഈ കൊച്ചിനും എനിക്ക് വേറെ ആരുണ്ട്? നിങ്ങൾ അങ്ങനെ വന്ന് ചെയ്തു കഴിഞ്ഞാൽ ഈ കൊച്ചിന്റെ വിദ്യാഭ്യാസത്തിന് എത്ര രൂപ ചെലവാകും നിങ്ങൾക്ക് അറിയാമോ? ആര് ജോലിക്ക് പോവാന്ന് ഈ പറയുന്നേ? എന്നെ കൊണ്ട് പറ്റത്തില്ല പണിക്കൊന്ന് പോവാൻ. നിങ്ങൾ നല്ല പണിക്ക് പോയി പൈസ കൊണ്ട് തന്നാലേ ഈ കുടുംബം കഴിയത്തുള്ളൂ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾക്കിപ്പോ ആപ്പിൾ വേണോ? എനിക്കിപ്പോ ആപ്പിൾ വേണ്ട, ഒന്നും വേണ്ട. വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, അപ്പൊ ഞാൻ കൊണ്ട് തരും. എന്ത് സാധനം ഞാൻ ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ കടിച്ചാൽ മതി. ആപ്പിൾ തീറ്റിക്കാരൻ നടക്കുന്നു. ഞാൻ അറിയാതെ പച്ച വെള്ളം കുടിക്കരുത് നിങ്ങൾ. അച്ഛാ ചിരിക്ക്. ഇരിക്കച്ചാ. എന്താ അച്ഛൻ വിഷമിക്കണ്ട, എല്ലാം ശരിയാ.
ഇല്ല മോളെ, അച്ഛൻ്റെ പ്രശ്നങ്ങളൊന്നും ഒരിക്കലും ശരിയാകില്ല. അച്ഛപ്പോൾ എന്ത് ചെയ്താലും നേരെ അച്ഛൻ്റെ മണ്ടയ്ക്ക് തന്നെ തിരിച്ചു വരിക. അച്ഛൻ്റെ സമയം ഭയങ്കര മോശം. അതൊക്കെ അച്ഛൻ്റെ തോന്നലേ അച്ഛാ. എനിക്ക് അച്ഛനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നറിയില്ല. പക്ഷെ അച്ഛാ, അച്ഛൻ്റെ പ്രശ്നം ആ പ്രതിമ കാണാതെ പോയല്ലേ? അതെ. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ അച്ഛാ. എന്താ? ഒരു വീട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ആരാ? എന്തോന്നു? ഒരു വീട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ആരാ? അത് ആ വീട്ടിലെ ഗ്രഹനാഥൻ. ഗൃഹനാഥനാണല്ലോ. അതെ. അപ്പോ അച്ഛന്റെ സ്റ്റേഷനിലെ ഗൃഹനാഥൻ ആരാ? അത് ഞങ്ങളുടെ മണിവർണ്ണൻ സാറ്. ആ സാറാണല്ലോ. അപ്പൊ അച്ഛാ, ആ പ്രതിമ ആ സാർ അറിയാതെ എങ്ങോട്ടും പോയില്ല. അച്ഛനെ ആ പ്രതിമ കണ്ടുപിടിക്കാനുള്ള വഴി നോക്ക്. ഇങ്ങനെ പറഞ്ഞ് എനിക്കൊന്നും മനസ്സിലാവത്തില്ല. അവര് പറഞ്ഞ് എനിക്കൊന്നും മനസ്സിലായില്ല. അവസാനം ഒരു ഗൃഹനാഥൻ എന്ന് പറഞ്ഞു. ഗൃഹനാഥനാണ് വില്ലൻ. ഗൃഹനാഥൻ അമ്പിളിയേണ്ടനല്ലേ? അപ്പൊ അമ്പിളിയടിയ തന്നെ അതിന്റെ ആള് ഇതിന്റെ പ്രതിമയുടെ അളിയാ. ഇനി അളിയന്റെ പിന്നാലെ തന്നെ ഞാൻ ഉണ്ടാവും. എങ്ങോട്ടാ? ശാന്തി തീരം തേടിയുള്ള യാത്രയില്ല. ആയിക്കോട്ടെ. അകത്ത് കുറച്ച് ലോഷം ഇരിപ്പുണ്ട്. ജീവനാന്നും പറഞ്ഞ് അതെടുത്ത് കുടിക്കല്ലേന്ന് പറയാവോ? ചേച്ചി देखो देखो देखो. ആള് തരുകയാണല്ലോ. അതും യസയുടെ ഭാര്യ. അതിന് എന്നാ പ്രോബ്ലം? ചേച്ചിയും ഇതിനൊക്കെ സപ്പോർട്ടാണല്ലേ കൊച്ചു. അരെ ബേവ്കൂഫ്. എന്നാൽ എന്തിനായിരിക്കും അളിയ പെണ്ണിനെ കൊണ്ട് പച്ചക്കറി കടയിൽ പോയത്? അതൊരു പച്ചക്കറി ബന്ധം അല്ലാതെ എന്ത്? ആ പച്ചക്കറി മോൻ എന്റെ കൈ കിട്ടും. ഉന്നാര മോൻ. അലിയൻ ആ പെണ്ണുമായിട്ട് എന്തോ രഹസ്യ ബന്ധമുണ്ടെന്നാണ് എന്റെ സംശയം. അങ്ങനെയൊക്കെ ഉണ്ടാവൂ. ഉണ്ടെങ്കിൽ ഈ സിനിമയുടെ പോക്ക് എ സർട്ടിഫിക്കറ്റിലേക്കായിരിക്കും. അല്ല എ. ഇനി നമ്മൾ ജാഗരൂകരായിരിക്കും. എന്ത് ജാഗരൂരു? ഇപ്പൊ എങ്ങനെയോ അങ്ങനെ. ഷെജി, പോലീസുകാർ നമ്മൾ പിന്നാലെ ഉണ്ടെന്നാ പറയുന്നത്. ഒരു സീക്രട്ട് ഇൻഫർമേഷൻ ലഭിച്ചെന്ന്. അങ്ങനെയാണെങ്കിൽ വേഷം മാറി നടക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. വേഷം മാറാം, പക്ഷെ പേര് മാറാൻ പറ്റൂല. അതെന്താ? പഞ്ചായത്തിലും രജിസ്റ്റർ ഓഫീസിലും കയറി ഇറങ്ങി സിനിമ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ പേരാണ് ഞാൻ. തൊട്ടിപ്പാലം ഗോപി. ആദ്യത്തെ പേരെന്തായിരുന്നു? വാ. ഇവക്ക് എന്തിന്റെ കുഴപ്പമൊന്നും. ഹലോ, അരിയ നീ ഒന്ന് വെച്ചേ. ഞാനിപ്പോ തിരക്കിലാണ്. ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം.
എല്ലാവരുമാർക്കുള്ള കുഴപ്പമാണ്. കെട്ടിയമാർ വീട്ടിൽ ഇറങ്ങുമ്പോൾ ഉടനെ അരിയില്ല, മണ്ണെണ്ണയില്ല, പഞ്ചസാരയില്ല. സ്റ്റേഷനിലെ മരവാഴകളൊന്നും കാണാനില്ലല്ലോ. പറഞ്ഞോ. ആ ഈ മാസം പ്രൊമോഷൻ ഉണ്ട്. ഉണ്ടെന്നേ. അയ്യോ, ഞാൻ പറയാൻ വിട്ടുപോയി. അതിനിടയ്ക്ക് പിന്നെ വീടിന്റെ പണിയൊക്കെ തുടങ്ങി കേട്ടോ. സന്തോഷമല്ലേ? ചെറിയ വീടല്ല, 4000 സ്ക്വയർ ഫീറ്റ്. പിന്നെ കിടക്കട്ടെ. അയ്യോ, അതല്ല, ഐശ്വര്യം വീട്ടിലിരിക്കുമല്ലോ ഇടാവി. അല്ല, എന്റെ പ്രാർത്ഥന, എന്റെയും വീട്ടുകാരുടെയും പ്രാർത്ഥനയുടെ ഫലമല്ലയോ അതൊക്കെ. നന്നാവും. പിന്നെ കൊള്ളാം. ഓക്കെ, സോ ഹാപ്പി. ഓക്കെ, ബൈ. തന്റെ കുടുംബം തകർക്കാൻ ശ്രമിക്കുന്ന തിരക്കഥാകൃത്ത് അളിയനെയും സംവിധായകനെയും അമ്പിളിക്കുട്ടൻ വീട്ടിൽ നിന്നും പുറത്താക്കുന്നു. രണ്ടിനെ ഞാനങ്ങ് തീർത്താലോടാ. മോഷണമായ പ്രതിമയ്ക്ക് പിന്നിലെ പ്രവർത്തിച്ചത് പ്രതിമ എവിടെയെന്ന സത്യം അമ്പിളിക്കുട്ടൻ തിരിച്ചറിയുമോ?